നമ്മുടെ സാധാരണ കാഴ്ചകൊണ്ടിരിക്കുന്ന സാധാരണ നാടൻ ചാമ്പകത്തൈയാണ്. അതിൽ നിന്ന് എയർ ലെയറിംഗ് വഴി 2 തൈകൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് ഈ കപ്പൊക്കെ വാങ്ങിച്ച് അതിനകത്ത് ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതിൽ വെച്ചതാണ്. ഇപ്പം നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇതിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ പോട്ടിലേക്ക് മാറ്റി നടണം. ഓക്കെ, അപ്പോൾ ഈ 2 തൈകളാണ് നേരത്തെ ഉള്ള ചാമ്പകത്തൈയിൽ നിന്ന് എയർ ലെയറിംഗ് വഴി ചെയ്തത്. നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പോട്ടുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ വെച്ചുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ പോട്ടിലേക്ക് നടണം. ഇതിലെ ഈ കപ്പ് നമുക്ക് ഇതിന്ന് അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ അതിന്റെ വേര് ഇളകി പോകാതെ, അതിൽ ആ ചകിരിച്ചോറിന്റെ ആ ഭാഗം ഇളകി പോകാത്ത രീതിയിൽ അതിന്ന് സാവധാനം, അത് ഒരു ചെറിയൊരു ക്ലിപ്പാണത്. ആ ക്ലിപ്പ് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അഴിഞ്ഞു പോകും. ഓക്കെ, ഇതിൽ ഒരു തൈയിൽ നിന്ന് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി വലിയ കപ്പാണ്. പിന്നെ നല്ലൊരു ബ്രാഞ്ചായിരുന്നു അത്. ഇനി ഇത് നമുക്ക് വേറെ പോട്ടിലൊക്കെ അല്ലെങ്കിൽ സാധാരണ വേറെ സ്ഥലങ്ങളിലേക്കോ നമുക്ക് താഴത്തെ സ്ഥലം ഉണ്ടെങ്കിൽ, മണ്ണിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പോട്ടിൽ ടെറസിന്റെ മുകളിൽ ചെയ്തതാണ്. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അത് വളമൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതിന്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. മുകളിൽ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ വേരുകൾക്ക് അത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ലീഫുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി അതിന്റെ വേര് ആ മണ്ണിലേക്ക് പിടിക്കുമ്പോൾ നന്നായിട്ട് പുതിയ ലീഫുകളൊക്കെ വരികയാണ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.